പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിദ്ധുവിനെ ദേവിക വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അച്ഛനെ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ടിരിക്കുകയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ദേവിക, ഞാൻ അച്ഛനുമായിട്ട് അവിടേക്ക് വരാം, അവിടെ വരുന്ന പ്രശ്നങ്ങളൊന്നും തൽക്കാലം ഞാനിപ്പോൾ നോക്കുന്നില്ല, എന്നിട്ട് അച്ഛനുമായിട്ട് അവിടേക്ക് വരാം, നീ സമാധാനപ്പെട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ സിദ്ധു ഫോൺ വയ്ക്കുന്നത്. പിന്നീട് രംഗൻ സിദ്ധുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്തായി, മനോഹരനെ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയട്ടോ. എന്താണ് അവിടുത്തെ കാര്യങ്ങൾ, അവിടെ വല്ല പ്രശ്നവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഹേമ അടി കിട്ടിയതിൻ്റെ ശേഷം റൂമിൽ കടച്ചിരിക്കുകയാണ് എന്ന് പറയട്ടോ. എന്നാൽ എനിക്ക് വേണ്ടിയിട്ട് ഇനി അളിയൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് പറയട്ടോ. അപ്പോൾ രംഗം പറയണ കാരണമൊന്നുമല്ല സിദ്ധു, പ്രേമയുടെ അതിര് കടന്ന സംസാരം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, ഇനി ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വയ്ക്കുന്നത്. പിന്നീട് പ്രേമയുടെ അടുത്തേക്ക് രംഗം ചെല്ലാണ്. അപ്പോൾ പ്രേമ ആലോചിച്ചിങ്ങനെ നിൽക്കാൻ കേട്ടോ. എന്നിട്ട് രംഗം നയത്തിൽ സംസാരിക്കുകയാണ്. പ്രേമേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കണ്ട എന്ന് പറയുമ്പോൾ, എന്നാലും നിങ്ങൾ എന്നെ അടിച്ചില്ലേ, നിങ്ങൾക്കിപ്പോൾ എന്നെ അടിക്കാനൊന്നും ഒരു മടിയുമില്ലല്ലോ എന്ന് പറയുമ്പോൾ, ആ വൃത്തികെട്ടവൾക്ക് വേണ്ടിയാണ് നിങ്ങൾ എന്നെ അടിച്ചത്, അതിലും വൃത്തികെട്ട മനോഹരന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ അടിച്ചത് എന്നൊക്കെ പറയുമ്പോൾ, രംഗൻ ചോദിക്കാണ്, ഏത് അവൾക്ക് വേണ്ടിയിട്ട് എന്ന് ചോദിക്കുമ്പോൾ, അറിയാത്തതുപോലെ ഒന്നും സംസാരിക്കേണ്ട, ആ ദേവികയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ, അല്ല പ്രേമേ, നിനക്ക് ശരിക്കും ബുദ്ധിയില്ലാത്തവളാണോ അതോ ബുദ്ധിയില്ലാത്തവളെ പോലെ അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കാട്ടോ. അപ്പോഴാണ് ചന്ദ്രലേഖ ഇവരുടെ സംസാരം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത്. അങ്ങനെ രംഗം ചോദിക്കുകയാണ്, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ പ്രേമ, നിന്നെ അടിച്ചതിനെ കുറിച്ച് ന്യായീകരിക്കൊന്നും അല്ല, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിന്റെ നാവ് കാരണമാണ് നിനക്ക് അടി കിട്ടിയത്. ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ, നിനക്കൊക്കെ ഒരു ബുദ്ധിമുട്ടും കൂടാതെയാണ് നീ ജീവിക്കുന്നത്, ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും നീ അറിയുന്നില്ല. പക്ഷെ ആ സാധുക്കളുടെ കാര്യം നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, വയ്യാത്ത ഒരു പെൺകുട്ടിയെ ചികിത്സിക്കാനും പട്ടിണി മാറ്റാനും ഒക്കെയാണ് നീയുടെ അച്ഛൻ ജോലിക്ക് പോയത്, ആ ജോലിയാണ് നിങ്ങളൊക്കെ കൂടി ഇല്ലാതാക്കിയത്. മനുഷ്യത്വമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്ക് പ്രേമ, മനുഷ്യനായിട്ട് മാത്രം കാര്യമില്ല, മനുഷ്യത്വത്തോടു കൂടി പെരുമാറാനും ചിന്തിക്കാനും കൂടി നീ ഒന്ന് ശ്രമിക്കു പ്രേമേ എന്നൊക്കെ പറഞ്ഞ് രംഗം പ്രേമയെ ഒന്ന് ഉപദേശിക്കാൻ കേട്ടോ. ആ സമയത്ത് പ്രേമ രംഗം പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ, ഒരു കുറ്റബോധത്തോടു കൂടിയിട്ടാണ് പ്രേമ കേട്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ രംഗം പോയി കഴിഞ്ഞ ശേഷം ചന്ദ്രലേഖ ഇതൊക്കെ കണ്ടപ്പോൾ ഇവരുടെ മനസ്സ് മാറ്റിയെടുക്കുമോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ചന്ദ്രലേഖ നിൽക്കുന്നത്. അങ്ങനെ ചന്ദ്രലേഖ നേരെ നടേശനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയണ, അച്ഛ മനോഹരനെ കണ്ടുപിടിച്ചോ, സിദ്ധുവേട്ടൻ വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല, നീ എന്തിനാ മോളെ ഇങ്ങനെ ടെൻഷനായി സംസാരിക്കുന്നത്, നിനക്ക് എന്തിനാ ഇത്ര ടെൻഷൻ, അച്ഛനുണ്ടല്ലോ നിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല അച്ഛ, ഈ വീട്ടിൽ ആർക്കും തന്നെയും സിദ്ധുവേട്ടൻ്റെയും എൻ്റെയും വിവാഹത്തിനോട് താല്പര്യമില്ല, പ്രേമിച്ച് മാത്രമാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും എൻ്റെ കൂടെ നിൽക്കുന്നതും. ആ രംഗനെന്ന് പറഞ്ഞ അളിയനെ ഞാനും സിദ്ധുവേട്ടനും ഒന്നിക്കുന്നത് തീരെ ഇഷ്ടമില്ല, അച്ഛനാണെങ്കിൽ എവിടെയും തൊടാത്ത മട്ടിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ടെൻഷൻ, ദേവികയാണ് എൻ്റെ ഏറ്റവും വലിയ പാരയായി നിൽക്കുന്നത് എന്നൊക്കെ പറയട്ടെ. നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്ന് പറയട്ടോ. പിന്നെ ദേവികയെ സപ്പോർട്ട് ചെയ്യുന്നത്, ദേവികയും സിദ്ധുവേട്ടനും തമ്മിലുള്ള വിവാഹം ഏറ്റവും കൂടുതൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതും ആ നിരഞ്ജനും അക്ഷരയുമാണെന്ന് പറയട്ടോ. അപ്പോൾ ആരാണ് നിരഞ്ജൻ എന്ന് നടേശൻ ചോദിക്കുമ്പോൾ, അതാ ഡോക്ടറാണ്, സിദ്ധുവേട്ടൻ്റെ ഹൃദയം മാറ്റിവെച്ച ഡോക്ടറാണ് എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നടേശൻ പറയണേ, മോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, മോളുടെ ശത്രുവായി നിൽക്കുന്നത് ആരാണോ അവരെയൊക്കെ എൻ്റെയും ശത്രുക്കളാണ്, എൻ്റെ കൂടെ ഈ അച്ഛനുണ്ടല്ലോ, പിന്നെ എന്തിനാണ് മോള് ടെൻഷൻ ആവുന്നത്, ബാക്കിയെല്ലാം ഈ അച്ഛന് വിട്ടു തന്നേക്ക് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വയ്ക്കുന്നത്. പിന്നീട് ദേവികയുടെ അടുത്തേക്ക് മുത്തശ്ശി വന്നിട്ട് ഇങ്ങനെ പറയണ, എന്താടി നീ എന്തിനാടി ആർക്ക് വേണ്ടിയിട്ടാടി ഇങ്ങനെ ടെൻഷനായി നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അച്ഛനെ കാണുന്നില്ലല്ലോ, ഓ നിൻ്റെ ഒരു അച്ഛനോടുള്ള സ്നേഹം, നീ അങ്ങനെ വല്ലാതെ അഭിനയിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയട്ടോ. അപ്പോൾ ദേവികയ്ക്കും ദേഷ്യം പേടിക്കാണ്. അപ്പോൾ മുത്തശ്ശി എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത്, അച്ഛനെ ചതിയിൽപ്പെടുത്തിയതാണെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണ, ആ ചതിയിൽപ്പെടുത്തിയത് തന്നെയാവും, നീയും പിന്നെ എന്നെ സഹായിക്കുന്നവരുമാകും എന്ന് പറഞ്ഞ് അർത്ഥം വെച്ചുകൊണ്ടാണ് കേട്ടോ മുത്തശ്ശി സംസാരിക്കുന്നത്. ദേവിക പറയണ, മുത്തശ്ശി കരുതുന്നത് പോലെയല്ല, ആ ശരത്തിനെ ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല, അവനൊരു ക്രിമിനലാണ് എന്ന് പറയുമ്പോഴാണ് ശരത്ത് അത് കേട്ടോണ്ട് വരുന്നത്. എന്താ മുത്തശ്ശി എന്നെ കുറിച്ച് പറയുന്നത്, ഓ ഈ ദേവിക മേഡം പറയുന്നതേ നീ ഒരു കൃമിയാണെന്നാണ്, അപ്പോൾ കൃമിയല്ല ക്രിമിനൽ എന്നങ്ങ് ദേവിക പറയണം. ഓ അത് തന്നെ എന്ന് പറയട്ടോ. അപ്പോൾ ദേവികയെ ശരത്ത് ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക പറയണേ, ഇവനെ ഈ കാണുന്നത് പോലെയല്ല, ഇവനൊരു നോട്ടോറിയസ് ക്രിമിനലാണെന്ന് പറയുമ്പോൾ, നിന്റെ ഈ ഇംഗ്ലീഷ് കേട്ടാലൊന്നും ഈ മുത്തശ്ശി നിന്നെ പേടിക്കില്ല, പണ്ടത്തെ 7ാം ക്ലാസ്സും ഗുസ്തിയുമാണെന്ന് പറയട്ടോ. അപ്പോൾ ദേവികയ്ക്ക് എന്ത് പറഞ്ഞാലും ഇവരുടെ തലയ്ക്ക് കയറുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോഴാണ്
സിദ്ധുവിൻ്റെ ഫോൺ വരുന്നത്. അങ്ങനെ സിദ്ധു സംസാരിക്കുകയാണ്, ഞാൻ അച്ഛനുമായിട്ട് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട്, നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്, വീട്ടിലുള്ളവരോടും പറഞ്ഞാളെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വെക്കുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നത്, ആരാടി നിന്നോട് സംസാരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛനുമായിട്ട് സിദ്ധു വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് അത് തീരെ പിടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ശരത്തിനും പിടിക്കുന്നില്ല. അപ്പോൾ ശരത്തിനോട് ദേവിക പറയണേ, നീ ഇവിടെ ആള് കളിച്ച് നടുമുറ്റത്ത് നിന്നിട്ട് കാര്യമില്ല, ഒരു അപകടം വരുമ്പോൾ സഹായിക്കണം, അതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ശരത്തിനെ ഒന്ന് കോരിയിട്ടാണ് കേട്ടോ ദേവിക പോകുന്നത്. പിന്നീട് ശരത്ത് നിത്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് നിത്യയോട്, നിന്റെ അച്ഛൻ കള്ള് കുടിച്ച് മൂക്കറ്റം കള്ള് കുടിച്ച് കാർ ഓടിച്ച് നിന്റെ അച്ഛൻ്റെ ജോലിയും പോയി, പോരാത്തതിന് നിന്റെ അച്ഛനെ പോലീസുകാർ പിടിച്ചോണ്ടും പോയി, അത് കഴിഞ്ഞ് പോലീസുകാർ എത്ര ഇടിച്ചിട്ടുണ്ടാണാവോ എന്നൊക്കെ പറയുമ്പോൾ അത് നിത്യയ്ക്ക് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം വരിക കേട്ടോ. അപ്പോൾ ശരത്ത് പറയും, എന്താടി നിനക്ക് വിഷമം വരുന്നുണ്ടോ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിന്റെ അച്ഛൻ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇനി നിന്റെ അച്ഛൻ്റെ കഥയും കഴിയും. പിന്നെ അടുത്ത നറുക്കെടുപ്പ് നിനക്കാണ്, നിന്റെ അച്ഛൻ്റെ ഇടവും വലവുമായിട്ട് അച്ഛൻ്റെ മക്കൾ തന്നെ ഇരുന്നോട്ടെ, നിന്റെ അച്ഛൻ ഒടുങ്ങിയാൽ പിന്നെ ഈ വീടിൻ്റെ ഗൃഹനാഥൻ ഈ ശരത്താണ്, അതോടുകൂടി നിന്റെ ശുക്രനും തീരും. എന്താ പിന്നെ നിനക്കും നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. അപ്പോൾ അച്ഛൻ്റെ ഇടവും വലവും നിങ്ങൾ രണ്ടു മക്കൾ ഇരിക്കുന്നത് അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ, അപ്പോൾ നിത്യമോൾക്കും അത് ഒരുപാട് സന്തോഷമാവും. എന്താ നിത്യേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണി സ്വരത്തിലാണ് കേട്ടോ ശരത്ത് സംസാരിക്കുന്നത്. അപ്പോഴാണ് അവിടേക്ക് ദേവിക വരുന്നത്. കൂടുതൽ നിത്യമോളെ സന്തോഷിപ്പിക്കാതെ പോവാൻ നോക്കടാ എന്ന് പറയട്ടോ. ആ എന്നല്ലോ രക്ഷക, അതേടാ ഞാൻ നിത്യമോൾക്ക് രക്ഷക തന്നെയാണ്, പക്ഷെ നിനക്ക് അന്തകയുമായിരിക്കും എന്ന് പറയുമ്പോൾ ശരത്ത് പറയണേ, കൂടുതൽ ഡയലോഗ് അടിക്കാതെ പുതിയൻ അമ്മായിയപ്പനെ രക്ഷിക്കാൻ നോക്കടി എന്ന് പറയുമ്പോൾ രക്ഷിക്കാനേ രക്ഷകൻ ചെന്നിട്ടുണ്ടടാ, രക്ഷിച്ചോണ്ട് വരികയും ചെയ്യും, അതോർത്ത് നീ വെറുതെ ടെൻഷൻ ആവണ്ടടാ, പോവാൻ നോക്കടാ എന്ന് പറഞ്ഞ് ശരത്തിനെ ഉത്തരം മുട്ടിപ്പിച്ചിട്ടാണ് ദേവിക ശരത്തിനോട് അവിടെ നിന്നും പോവാൻ പറയുന്നത്. പിന്നീട് നിത്യയുടെ അടുത്തേക്ക് ചെന്നിട്ട് നിത്യയെ ആശ്വസിപ്പിക്കുകയാണ്, നമ്മുടെ അച്ഛൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് അച്ഛൻ കടന്നു വന്നത്, എന്നിട്ട് പോലും അച്ഛൻ ഇങ്ങനെ കള്ളു കുടിച്ചിട്ടില്ല, നമ്മളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്, ഇതിലെന്തോ ഒരു ചതിയുണ്ട്, ഇതിൻ്റെ പിറകിലും ശരത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്, അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല, അവനെ ഞാൻ ഇഞ്ചിൻ്റെയായി കൊന്നുകളയും എന്ന് പറയട്ടോ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നിത്യയ്ക്കും ഇങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ. അങ്ങനെ നിത്യയുടെ കൈ പിടിച്ചുകൊണ്ടാണ് ദേവിക ഇരിക്കുന്നത്. പെട്ടെന്നാണ് ദേവിക അത് നോക്കുന്നത്, നിത്യ കൈ ഇളക്കുന്നത് ദേവിക ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ദേവിക പെട്ടെന്ന് തന്നെ പുറത്തേക്ക് നോക്കുകയാണ് കേട്ടോ, ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന്. എന്നിട്ട് പെട്ടെന്ന് ദേവിക കഥക അങ്ങ് കുറ്റിയിടുകയാണ്. എന്നിട്ട് മോളെ നിനക്ക് കഴിയും, നീ ഒന്നുകൂടി ശ്രമിച്ചു നോക്ക് എന്ന് പറയണം. അങ്ങനെ നിത്യ വീണ്ടും കൈവിരൽ ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നിത്യയ്ക്ക് എന്തോ പറയാനുണ്ട് എന്നുള്ളത് ദേവികയ്ക്ക് മനസ്സിലാവട്ടെ. എന്താ മോളെ നീ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താണെങ്കിലും മോള് ഒന്ന് ശ്രമിക്കുക എന്ന് പറയട്ടോ. അപ്പോഴാണ് ദേവിക അത് ശ്രദ്ധിക്കുന്നത്. നിത്യ കൈവിരൽ ചൂണ്ടിക്കൊണ്ട് അവിടെ ഇരിക്കുന്ന ബുക്ക് എടുക്കാനാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ദേവികയ്ക്ക് കാര്യം മനസ്സിലാവാൻ അങ്ങനെ ദേവിക പെട്ടെന്ന് പോയിട്ട് ബുക്ക് എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് ദേവിക ബുക്ക് എടുത്ത് തുറന്നു വെച്ച് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് ഒരു പേനയും നിത്യയുടെ കയ്യിൽ വെക്കുകയാണ്. അങ്ങനെ നിത്യ കൈവിരൽ കൊണ്ട് തന്നെ അവിടെ ആ ബുക്കിൽ എഴുതുകയാണ് കേട്ടോ. അങ്ങനെ എഴുതിയ വാക്കുകൾ നോക്കുന്ന സമയത്ത് ദേവിക തന്നെ അതിശയിച്ചു പോവുകയാണ്. അപ്പോൾ അതിൽ കൊല്ലണം എന്നുള്ള വാക്കാണ് കേട്ടോ നിത്യ എഴുതിയിട്ടുണ്ടാവുക. ശരത്തിനെ നമുക്ക് കൊല്ലണം എന്ന് തന്നെയാണ് നിത്യ പറയുന്നത് എന്ന് അപ്പോൾ ദേവികയ്ക്ക് മനസ്സിലാവണം. പിന്നീട് ദേവിക മനോഹരയും കാത്തു നിൽക്കാൻ കേട്ടോ. അങ്ങനെ സിദ്ധുവിനെ വിളിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ എത്താറായി എന്ന് പറയട്ടോ. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ ഇവിടെ എന്താണ് ഉണ്ടാവുക എന്നുള്ളത്, അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വയ്ക്കുന്നത്. അങ്ങനെ മനോഹരനുമായിട്ട് സിദ്ധു അവിടേക്ക് വരികയാണ്. അങ്ങനെ ഓടി ചെല്ലുകയാണ് കേട്ടോ മനോഹരനെ കാണുമ്പോൾ ദേവിക. എന്നിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. എന്നിട്ട് സിദ്ധുവിനോട് അവിടെ ഇരിക്കാൻ വേണ്ടിയൊക്കെ പറയട്ടോ. അപ്പോഴത്തേക്കും ശരത്തും മുത്തശ്ശിയും പാർവതിയും വരികയാണ് കേട്ടോ. എന്നിട്ട് മനോഹരനെ കളിയാക്കിയിട്ട് മുത്തശ്ശി സംസാരിക്കുകയാണ്, എന്താണാവോ നീ കടപ്പുറത്ത് പോയിരുന്ന് തിരമാല എണ്ണുകയായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്താണ് അമ്മയ്ക്ക് അറിയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല നീ ഇവിടെ നിന്ന് രാവിലെ ഡ്രൈവർ പണി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് എന്തിനാണ് കള്ളു കുടിച്ചത് എന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പോൾ പാർവതി പറയണേ, എന്താണ് മനോഹരേട്ട ഉണ്ടായത്, എന്താണ് സത്യാവസ്ഥ ഒന്ന് പറ എന്ന് പറയുമ്പോൾ മനോഹരൻ കാര്യങ്ങളൊക്കെ പറയട്ടോ. മനോഹരൻ പറയണ, ആ നടേശൻ എന്ന് പറഞ്ഞവൻ എന്നെ ചതിച്ചതാണ്, ആ ചന്ദ്രലേഖയുടെ അച്ഛൻ, അതിൻ്റെ പിറകിൽ ഇനി മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് മാത്രമാണ് ഇനി കണ്ടുപിടിക്കാനുള്ളൂ. എന്തായാലും എൻ്റെ ലൈസൻസും പോയി, എൻ്റെ ജോലിയും പോയി. പക്ഷേ ഇതുകൊണ്ടൊന്നും മനോഹരൻ ഒരിക്കലും തോറ്റു പോവില്ല. മനോഹരനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ ഒരു സന്തോഷം കൊണ്ട് ആർക്ക് വേണമെങ്കിലും പടക്കം പൊട്ടിക്കാനും പൂത്തിരി പൊട്ടിച്ച് ആഘോഷിക്കാനും ഒക്കെ നിന്നോളൂ, അതിലൊന്നും എനിക്കൊരു കുഴപ്പവുമില്ല. പക്ഷേ മനോഹരൻ ഒരിക്കലും തളർന്നു പോകില്ല എന്ന് വാശിയോടുകൂടി മനസ്സിൽ ഉറച്ച തീരുമാനവുമായിട്ട് മനോഹരൻ പറയണം. പിന്നീട് ദേവികയോട് മനോഹരൻ തനിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നടേശനുള്ള ഒരു തിരിച്ചടി തന്നെ നമുക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ദേവിക ദേഷ്യത്തോടു കൂടി പറയണേ, ഇല്ല അയാളെന്നെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല,
പോകുന്നില്ല, അയാൾ എന്നെ ഞാൻ നേരിട്ട് കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ നടേശിന് ഒരു നല്ല തിരിച്ചടി തന്നെ മോള് കൊടുക്കണം എന്ന് മനോഹരം പറയുമ്പോൾ ദേവിക പറയണം, ഉറപ്പായും ഞാൻ ആ തിരിച്ചടി കൊടുത്തിരിക്കുമെന്ന് പറയട്ടോ. മോള് അയാൾക്കിട്ട് തിരിച്ചടി കൊടുക്കേണ്ടത് അയാളുടെ മോൾക്ക് വേണ്ടിയിട്ടാണ് എന്നോട് ഈ ഒരു ചതി ചെയ്തത്. അതുകൊണ്ട് അയാൾക്ക് തിരിച്ചടി കൊടുക്കേണ്ടത് മോള് സിദ്ധുവിനെ കല്യാണം കഴിച്ചുകൊണ്ട് വേണം. സിദ്ധുവിനെ കല്യാണം കഴിച്ചാൽ പിന്നെ അയാളുടെ ഒരു ഉദ്ദേശവും നടക്കാൻ പോകുന്നില്ല. അയാൾ എന്നെ ഇങ്ങനെ ഒരു ചതിയിൽപ്പെടുത്തിയത് അയാളുടെ മകൾ ചന്ദ്രലേഖയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മോള് സിദ്ധുവിനെ വിവാഹം കഴിക്കണമെന്നങ്ങ് പറയുമ്പോൾ ദേവിക ഒരു നിമിഷത്തേക്ക് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. പക്ഷേ ദേവിക ഇനി സിദ്ധുവിനെ തന്നെ കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനമെടുക്കും. എൻ്റെ അച്ഛനെ ഇങ്ങനെ ആക്കിയ സ്ഥിതിക്ക് ഇനി നടേശനൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള വാശിയിൽ സിദ്ധുവിനെ കല്യാണം കഴിക്കാം എന്നുള്ള തീരുമാനം ദേവിക എടുക്കും.